നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട് ഋഗ്വേദത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. ഒരു ധനികൻ തന്നോട് സഹായം അഭ്യർത്ഥിക്കുന്നവനെ തൃപ്തിപ്പെടുത്തട്ടെ, ദീർഘദൂരം അങ്ങനെ നീങ്ങട്ടെ എന്നാണ് ആ വാക്യം. ധനം നേടാൻ കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് ധനത്തെ വേണ്ട വിധം വിനിയോഗിക്കലാണ്. അതായത് സ്വന്തം ആവശ്യങ്ങൾക്കും ധർമാവശ്യങ്ങൾക്കുമായി അതിനെ ഉപയോഗിക്കണം. തൻ്റെ ധനം സമ്പാദനത്തിൽ നിന്നും 1/10 ഭാഗം ധർമ്മപരമായ കാര്യങ്ങൾക്ക് നീക്കി വയ്ക്കണമെന്നാണ് വ്യവസ്ഥ. അതിനെ ദശമാംശം എന്നാണ് പറയുന്നത്. ഹിന്ദുധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ ധനവും ഈശ്വരൻ്റേതാണ്. നാം നമ്മുടെ ധനം എന്ന് അഭിമാനിക്കുന്നതെല്ലാം ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ചു തന്നതാണ്. അതിൻ്റെ 10% ധാർമ്മിക കാര്യത്തിന് ചിലവഴിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ധനത്തിന് 3 ഗതികളുണ്ടെന്ന് പഞ്ചതന്ത്രത്തിൽ പറയുന്നു. ഒന്ന് ദാനം, മറ്റൊന്ന് ആവശ്യത്തിന് ഉപയോഗിക്കൽ, മൂന്നാമത് നാശം. ദാനമാണ് നമ്മുടെ ധനത്തിനുണ്ടാകുന്ന ഗതിയെങ്കിൽ ആ ധനമാണ് ധന്യമെന്ന് മഹാത്മാവായ തുളസീദാസും പറഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നതും ധനത്തിൻ്റെ പ്രധാന ധർമ്മമാണ്. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കപഥ്യതരോ ധർമ്മഃ ശുചിരിഹ യസ്യ മാനസം ശുദ്ധം പണ്ഡിതോ വിവേകി കിം വിഷമവധീരണ ഗുരുഷു. കപഥ്യതരോ ധർമ്മഃ ശുചിരിഹ യസ്യ മാനസം ശുദ്ധം പണ്ഡിതോ വിവേകി കിം വിഷമവധീരണ ഗുരുഷു. കിം സംസാരേ സാരം ബഹുശോപി വിചിന്യമാനമിദമേവ കിം മനുജേഷു ഇഷ്ടതമം സ്വപരഹിതായോദ്യതം ജന്മ. കിം സംസാരേ സാരം ബഹുശോപി വിചിന്യമാനമിദമേവ കിം മനുജേഷു ഇഷ്ടതമം സ്വപരഹിതായോദ്യതം ജന്മ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം കേൾക്കാം. മനുഷ്യജന്മത്തിൽ ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നാണ് ചോദ്യം. ആരുടെ ജീവിതമാണോ തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തുന്നത് ആ ജന്മമാണ് ഇഷ്ടമായത്. അങ്ങനെയുള്ളവരെ എല്ലാവരും ആരാധിക്കും, ഇഷ്ടപ്പെടും. ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ ഈ ഭാഗം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം.
ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 10-ാമത്തെ ചോദ്യവും ഉത്തരവും നമ്മൾ ശ്രദ്ധിച്ചു. ഈ സംസാരത്തിൽ എന്താണ് സാരമായിരിക്കുന്നത്? സംസാരേ സാരം കിം? മറുപടി പറഞ്ഞു, ഇതമേവ. ഇത് സംസാരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ സംസാരത്തിൽ അന്തർഭവിച്ച വിവിധ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് ഇതെന്ന് പറയുമ്പോൾ, ആ ഇത് എന്നുള്ളത് തന്നെയാണ്, അതിന് ഉണ്മയെ കൊടുക്കുന്നത് എന്ത് എന്ന് വിചാരം ചെയ്ത് കണ്ടെത്തേണ്ടുന്ന ഉണ്മ തന്നെയാണ് സാരം എന്ന് പറഞ്ഞു. തുടർന്നാണ് അടുത്ത ചോദ്യം, കിം മനുജേഷു ഇഷ്ടതമം? മനുജേഷു, മനുഷ്യന്മാരിൽ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് അഥവാ മനുഷ്യജന്മത്തിൽ, മനുഷ്യ സമൂഹത്തിൽ എന്നൊക്കെ അർത്ഥമെടുക്കാം. ഇഷ്ടതമം കിം? ഏറ്റവും ഇഷ്ടമായത് എന്ത്? ഇഷ്ടം, ഇഷ്ടതരം, ഇഷ്ടതമം. ഇഷ്ടം തമം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടമായത്. ഇപ്പം മനുഷ്യന്മാരിൽ അഥവാ മനുഷ്യജന്മത്തിൽ ഏറ്റവും അഭീഷ്ടമായത് എന്താണ്? ഇതാണ് ചോദ്യം. മറുപടി, സ്വപരഹിതായോദ്യതം ജന്മ. സ്വപരഹിതായ ഉദ്യതം ജന്മ. തനിക്കും മറ്റുള്ളവർക്കും ഹിതത്തിനായിക്കൊണ്ട് ഉദ്യമിക്കുന്ന ജന്മമാണ് മനുഷ്യരിൽ വെച്ച്, മനുഷ്യ സമൂഹത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടതമമായത്. താത്പര്യം, ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യജന്മം നമുക്ക് ലഭിച്ചു. 84 ലക്ഷം ജീവയോനികളിൽ ഏറ്റവും ഉയർന്നതായിട്ടാണ് ആചാര്യന്മാർ മനുഷ്യജന്മത്തെ വാഴ്ത്തുന്നത്. അങ്ങനെയുള്ള ജന്മം നമുക്ക് ലഭിച്ചു. ഇനി അത് പ്രയോജനകരമാവണം, അതിനെ സാർത്ഥകമാക്കണം. മറ്റ് ജന്തുക്കൾക്കുള്ള എല്ലാ തലങ്ങളും നമുക്കുമാവാം. ഉണ്ണാം, ഉറങ്ങാം, പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കാം, അങ്ങനെയുള്ള സന്താനങ്ങളെ വളർത്താം, ധനം സമ്പാദിക്കാം, എല്ലാം ചെയ്യാം, ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ മറ്റെല്ലാ ജന്തുക്കളും ചെയ്യുന്നതാണ്, മറ്റു ജന്തുക്കൾക്കും ചെയ്യാവുന്നതാണ്. അതൊന്നും ചെയ്യേണ്ടെന്ന് ആരോടും പറഞ്ഞില്ല. എന്നാൽ അതിൽ കവിഞ്ഞ് മനുഷ്യജീവിതത്തിൻ്റെ മഹത്വപൂർണമായൊരു ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം, എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും ഒഴിയാനുള്ള, ഉയരാനുള്ള, പരമമായ സർവതന്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരാനുള്ള അധികാരം മനുഷ്യനുണ്ട്. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ച് പരമമായ ഹിതം. ഇത് വ്യക്തിയെ സംബന്ധിച്ചാണ്. അപ്പം തനിക്ക് പ്രയോജനത്തെ ചെയ്യണം, തനിക്ക് സ്വയം പ്രയോജനം ചെയ്യും വിധം തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതാണ് മനുഷ്യജന്മത്തിൽ കർത്തവ്യമായി വരുന്നത്. അതോടൊപ്പം നമ്മൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണ്, ഈ ലോകത്തിലാണ്. നമ്മളെല്ലാവരും സമാജത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ ഓരോ നിമിഷവും ഈ നിലനിൽപ്പിന് വേണ്ടി തന്നെ നമ്മൾ വിവിധ വിഭവങ്ങളെ സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ്. നമ്മൾ പ്രാണവായു ശ്വസിക്കുന്നുവല്ലോ, അതിൻ്റെ വില കൂട്ടി നോക്കൂ. നമ്മൾ വെള്ളം കുടിക്കുന്നുവല്ലോ, അതിൻ്റെ വില കൂട്ടി നോക്കൂ. നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന്, സൂര്യനിൽ നിന്ന്, അഗ്നിയിൽ നിന്ന്, ചന്ദ്രനിൽ നിന്ന് വേണ്ട വ്യത്യസ്ത പോഷകങ്ങളെ സ്വീകരിക്കുകയാണ്, ഉൾക്കൊള്ളുകയാണ്.
അതിൻ്റെ വില കൂട്ടി നോക്കൂ. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഈ സമൂഹത്തോട് കടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും കഴിയുന്നത്. ഒരു നിമിഷം നമ്മൾ കഴിയുന്നത് പോലും എത്രയോ വിഭവങ്ങളെ സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യമാണ് ഈ സമൂഹത്തിലേക്ക് അവയെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് സ്ഥൂലമായ ഈ കർമ്മ ഉപാധിയായ ശരീരമുള്ള കാലത്തോളം നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കാൻ പരിശ്രമിക്കുന്നതോടൊപ്പം ഈ സമാജത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ആരുടെ ജീവിതമാണോ തൻ്റെ ഹിതത്തിനായും മറ്റുള്ളവരുടെ ഹിതത്തിനായും ഉദ്യമിക്കുന്നത് അല്ലെങ്കിൽ ഉദ്യമിക്കപ്പെടുന്നത്, ആ ജീവിതം മാത്രമാണ് ധന്യമാകുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആചാര്യൻ ഇവിടെ പറയുന്നത് സ്വപരഹിതായ, സ്വന്തം ഹിതത്തിനായും പരൻ്റെ ഹിതത്തിനായും ഉദ്യമിക്കപ്പെട്ട ജീവിതമാണ്, ജന്മമാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ഇഷ്ടതമമായിരിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരെ എല്ലാവരും ആദരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും. അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. അത് നമുക്ക് ലംഘിക്കാൻ, മാറ്റി എഴുതാൻ സാധ്യമല്ല. അപ്പോൾ ആരുടെ ജീവിതമാണോ തനിക്കും മറ്റുള്ളവർക്കും ഹിതകാരിയായിട്ടുള്ളത്, ആ ജീവിതം ധന്യമാണ്. അതാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ഇഷ്ടതമമായിരിക്കുന്നത്. ഭുഞ്ജതേ തേ ത്വഘം പാപാഹ് യേ പചന്തി ആത്മകാരണാത് എന്ന് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. തനിക്ക് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഭക്ഷിക്കുന്നത് പാപത്തെയാണ്. എന്നാൽ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി സനാതനം. യജ്ഞശിഷ്ടം കഴിക്കുന്നവർ, അതായത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച ശേഷം കഴിക്കുന്നവർ, അവർ പരമമായ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നു. അപ്പം നമ്മുടെ ജീവിതം എപ്പോഴും പരഹിതത്തിനായിരിക്കണം. പക്ഷേ പരഹിതം എന്ന് പറയുമ്പോൾ ഏറ്റവും മൂല്യമത്തായ സ്വജീവിതത്തെ മറന്നു പോകരുത്. ഇത് രണ്ടും ഒത്തുകൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പരഹിതം ചിന്തിക്കണം, പക്ഷേ പരഹിതം ചിന്തിക്കുമ്പോൾ സ്വയം മറന്നാലോ? അത് പറ്റില്ല. അപ്പോൾ താൻ ആര്, തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത്, ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ ഉയരാം, ഈ വക ചിന്തയോടുകൂടി സ്വഹിതത്തെ പൂർത്തിയാക്കാനും അതോടൊപ്പം പരഹിതത്തെ പൂർത്തിയാക്കാനും ആരാണോ ഉദ്യമിക്കുന്നത്, പരിശ്രമിക്കുന്നത്, അയാളുടെ ജന്മമാണ്, ആ ജന്മം ഇഷ്ടതമമാണ്, മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഇഷ്ടതമമാണ്. അതാണ് മനുഷ്യ ജീവിതത്തെ സാർത്ഥകമാക്കുന്നത്. ഇതാണ് 5-ാം ശ്ലോകത്തിലെ ചോദ്യവും ഉത്തരവും. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു യഥോശ്ച ധർമ്മശീലസ്യ എന്നുള്ള ശ്ലോകത്തോടു കൂടിയാണ് തുടങ്ങിയത്. ധർമ്മനിഷ്ഠനായ യദുവിൻ്റെയും, ധർമ്മനിഷ്ഠനായ യദു എന്ന് പറയുമ്പം ചരിത്രവുമായിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. യയാതി എന്ന് പറഞ്ഞ രാജാവിൻ്റെ 5 മക്കളിൽ ഒരാളാണ് യദു എന്ന് പറയുന്നത്. എങ്ങനെയാണ് യദു ധർമ്മനിഷ്ഠനാകുന്നത്? യയാതി പറഞ്ഞത് കേൾക്കാത്ത, പിതാവ് പറഞ്ഞത് കേൾക്കാത്ത ഒരാൾ എങ്ങനെയാണ് ധർമ്മനിഷ്ഠനാകുന്നത്? അങ്ങനെ ധർമ്മനിഷ്ഠനല്ലാത്ത യദുവംശത്തിൽ എങ്ങനെയാണ് ഭഗവാൻ അവതരിക്കുന്നത്? ഇത് ഭാഗവതത്തിലെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പിതാവ് പറഞ്ഞത് കേൾക്കാത്ത പുത്രനാണ് യദു. ആ യദുവംശത്തിലാണ്, യദുവിനെ ധർമ്മനിഷ്ഠൻ എന്ന് പറയുന്നു ഭാഗവതം. ആ യദുവംശത്തിലാണ് ഭഗവാന്റെ ജനനം കൂടി. അങ്ങനെയാണെങ്കിൽ അവിടെ ധർമ്മോ മദ്ഭക്തലക്ഷണ എന്നുള്ള ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ഓർക്കണം. ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഭക്തന്മാരുടെ, എന്നോട് ഭക്തിയുള്ളവരുടെ ലക്ഷണമാണ് ധർമ്മം എന്ന് പറയുന്നത്.
ധർമ്മത്തെ നമ്മൾ പല രീതിയിലാണ് ഗ്രഹിച്ചു വച്ചിരിക്കുന്നത്. ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. യയാതി ഒരിക്കൽ രാജാവായിരുന്ന യയാതി 5 മക്കളെയും വിളിച്ചു വരുത്തിയിട്ട് അവരവരുടെ യൗവനം ചോദിച്ചു. ആ യൗവനം ചോദിച്ചത് കൂടുതൽ കാലം രാജ്യം നല്ലവണ്ണം ഭരിക്കുവാൻ വേണ്ടിയിട്ടാണ്. യദുവിനോടും ചോദിച്ചു. യദു പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. പകരം അതിന് നിനക്ക് രാജ്യത്തെ തരാമെന്നാണ് പറഞ്ഞത്. യദു അതിന് വിസമ്മതമായി, മൂളി. ഇത് കേട്ടിട്ടാണ് ധർമ്മനിഷ്ഠനല്ല യദു എന്ന് പറയുന്നതെങ്കിൽ, പക്ഷേ യദു എന്തുകൊണ്ടാണ് അവിടെ അച്ഛൻ പറഞ്ഞത് അനുസരിക്കാതെ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്ഭക്തനായിരുന്നു, എൻ്റെ ഭക്തനായിരുന്നു, ഭഗവാന്റെ ഭക്തനായിരുന്നു ആര്? യദു. രാജ്യത്തെക്കാളും വലുതാണ് ഭഗവത് ഭക്തി എന്ന് വിചാരം ചെയ്ത് ഉറപ്പിച്ചതുകൊണ്ടാണ് യദു നിരാകരിച്ചത്? അച്ഛൻ്റെ ആവശ്യത്തെ നിരാകരിച്ചത്, അച്ഛൻ പറഞ്ഞതിനെ നിരാകരിച്ചത്. ഇവിടെ ഒരു നല്ലൊരു കാര്യം നമ്മളെ ഭാഗവതം വെളിപ്പെടുത്തി തരികയാണ്. എന്ത് കാര്യമാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നത്, അതിൽ ഈശ്വരഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്ന, ഈശ്വര സമർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും അവിടെ ആരെങ്കിലും പറഞ്ഞതിനെ നിരാകരിച്ചു എന്നുള്ളത് കൊണ്ട് അധർമ്മനിഷ്ഠനാകുന്നില്ല. അവിടെ നിങ്ങൾ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റെല്ലാ ഭോഗങ്ങളെക്കാളും വലുതായിട്ട് യദുവിനെ പോലെ ഈശ്വരഭക്തിയാണ് ശ്രേഷ്ഠമായിട്ട് കരുതുന്നെങ്കിലാണ് അത് ധർമ്മനിഷ്ഠം ആയിത്തീരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തീർച്ചയായും യദു ധർമ്മനിഷ്ഠം തന്നെയാണ്. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, നാഗം പ്രകാശ സർവസ്യ യോഗോ മായാ സമാവൃത. എല്ലാവർക്കും എന്നെ അറിയത്തക്കവനല്ല, എല്ലാവരും എന്നെ അറിയുന്നവനല്ല, ഭഗവാനെ എല്ലാവർക്കും അറിയുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് വേണം? ഭഗവത് ഭക്തിയുള്ള ആളുകൾക്ക് മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ. അതിന് ഭഗവാനിൽ സമർപ്പണ ബുദ്ധിയോടുകൂടി ഭോഗങ്ങളുടെ പുറകെ പോകാതെ യോഗനിഷ്ഠയിൽ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ അത് അനുഭവവേദ്യം ആകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒരു സംശയം ഇവിടെ നിവാരണം ചെയ്തു ഭാഗവതം. എന്താ? യദുവംശത്തിൽ ധർമ്മനിഷ്ഠനായ യദുവിൻ്റെ മുമ്പിൽ യയാതി എന്ന് പറയുന്ന മഹാരാജാവായിരിക്കുന്ന പിതാവ് രാജ്യവും ഭോഗങ്ങളും നൽകിയെങ്കിലും ഭഗവത് ഭക്തിപൂർവ്വം അതിനെ നിരാകരിച്ചുകൊണ്ട് അച്ഛൻ്റെ ഉപദേശത്തെ നിരാകരിച്ചുകൊണ്ട് ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കപ്പെട്ട ഒരു ദിവ്യപുരുഷനാണ്. അങ്ങനെയുള്ള യദുവിൻ്റെ വംശത്തിലാണ് ആര് ജനിക്കുന്നത്? ഭഗവാൻ ജനിക്കുന്നത്. പിന്നെയോ അവതീര്യ യദോർവംശേ ഭഗവാൻ ഭൂതഭാവന കൃതവായാനി വിശ്വാത്മാ താനിനോവത വിസ്തരാത് എന്നും പറയുന്നു. യദുവിൻ്റെ വംശേ, യദുവിൻ്റെ കുലത്തിൽ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കപ്പെട്ട, വിഷ്ണു ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കപ്പെട്ട യദുവിൻ്റെ കുലത്തിൽ അവതരിച്ചിട്ട് ഭൂതഭാവന, ഭൂതങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നവനും, പിന്നെയോ വിശ്വാത്മ, ലോകത്ത് മുഴുവൻ സർവചരാചരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നവനും ആയ ഭഗവാൻ എന്നുള്ളത് പലതവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യാദി ഷഡ്ഗുണങ്ങൾ കൊണ്ട് പരിപൂർണനായിരിക്കുന്നവനാണ് ആര്? ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ യാനി എന്നുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ കർമ്മങ്ങളെ എന്നുള്ള അർത്ഥം എടുത്തോണം. കർമ്മങ്ങളെ കൃതവാൻ ചെയ്തു, താനി അവയെ ഞങ്ങളോട് വിസ്തരിച്ച്, വളരെയധികം വിശദീകരിച്ച് പറയണമേ. അല്ലയോ ശുഖബ്രഹ്മർഷേ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ സകല ചരാചരങ്ങളിലും ചൈതന്യരൂപേണ വർത്തിക്കുന്ന ഭഗവാന്റെ അവതാര മാഹാത്മ്യത്തെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ള ഭക്തന്മാർക്ക് കൂടുതൽ അങ്ങ് വെളിപ്പെടുത്തി തരണമേ എന്നാണ് വളരെ വിനയത്തോടുകൂടി ഭക്തിയോടുകൂടി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പം പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഈ ചോദ്യം എങ്ങനെയാണ് ഒരു യോഗ്യനായ, ഒരു ഉത്തമ ഭക്തനായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളും അത് ഉൾക്കൊള്ളേണ്ടതെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷത്ത് ഏതൊരു ചോദ്യം ചോദിക്കുമ്പോഴും
ആ ചോദ്യത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തിയോടുകൂടിയാണ് ചോദ്യം ചോദിക്കുന്നത്. ശുഗബ്രഹ്മർഷിയോ സമാധിമഗ്നനായി ഇരുന്നു കൊണ്ട് തന്നെ അതിന് ഉത്തരം നൽകുന്നു. അവിടെ രണ്ട് കൂട്ടരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ശ്രോതാവ്, ഒന്ന് വക്താവ്. ശ്രോതാവാണ് പരീക്ഷിത്ത്, വക്താവാണ് ആര്? ശുഗന്. ശുഗബ്രഹ്മർഷി എന്തു പറയുന്നോ അതെല്ലാം ഈശ്വരധ്യാനലീനായിരുന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. അത് കേൾക്കുന്ന ആളോ കൂടുതൽ ഈശ്വരഭക്തിയിലേക്ക് ആമഗ്നനായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും. അപ്പോൾ ഭാഗവതം കേൾക്കുന്നവർ രണ്ടുപേരും എങ്ങനെയുള്ള ആളുകളായിരിക്കണമെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിച്ചു വയ്ക്കുക. നമ്മുടെയൊക്കെ മനസ്സിൽ ശുഗനോ അല്ലെങ്കിൽ പരീക്ഷത്തോ ആകാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അല്പമെങ്കിലും ബീജം ഈ ഭക്തിയുടെ അങ്കുരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് പടർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും. ആ ഭക്തിയെ വളർത്തിയെടുക്കാൻ ദശമസ്കന്ധം വളരെയധികം ഭക്തിയോടുകൂടി ശ്രവിക്കുന്നത് അത്യുത്തമമാണ്. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.